നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ടൗൺ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും നടന്നു. ചടങ്ങിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PNI കരീം മെമ്മോറിയൽ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ 10ഓളം ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞത്. കാൽവരിമോണ്ട് 9ാം മൈൽ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. പട്ടയംകവലയിൽ റോഡിന് നടുവിൽ ബസ് നിർത്തിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ഡ്രൈവർ മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാണ്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം ചില സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങി പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രതിസന്ധികളില്ല. പത്തനംതിട്ട ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ കൂട്ടിച്ചേർത്തു. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്, ചില പ്രദേശങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുള്ള ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുമുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും ഒരു കുട്ടി അപകടത്തിൽ പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ, ഇടുക്കിയിൽ 2 പേർ, വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേര് മരിച്ചു, ഒരാൾ മിസ്സിംഗ് ആണ്. കണ്ണൂർ ഒരാൾ മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ദുരന്ത 30/7/2026 തന്നെ, ഇതിൻ്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായി യോഗം നടത്തി തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ടുണ്ട്. 1/8/2026 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായിട്ട് വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്. പിന്നെ NDRFൻ്റെ ടീം പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. 2 ടീം കോട്ടയത്തിന് കൊടുത്തിട്ടുണ്ട്. അധികമായി 2 NDRF ടീം ആരക്കോണത്ത് നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പുറപ്പെടും ഏത് സമയത്തും. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്.
ITBPയുടെ ആലപ്പുഴയിൽ ആവശ്യമാണെങ്കിൽ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ആവശ്യമാണെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിനെ നിയമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ട് 3596 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും നടന്നു. ഇതോടൊപ്പം വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ രാജൻ N. നമ്പൂതിരി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ലൂക്കർ കമ്പനിയുമായി സഹകരിച്ച അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യുന്ന 1000 BLDC ഫാനുകളുടെ ഇടുക്കി ജില്ലാതല വിതരണ ഉദ്ഘാടനവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. നമ്പ്യാപറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് ക്ലബ്ബ് പ്രസിഡന്റായി ടോജോ ജോൺ തോപ്പിലും ക്ലബ്ബ് സെക്രട്ടറിയായി റാണ ജിമ്മി നമ്പ്യാപറമ്പിലും ക്ലബ്ബ് ട്രഷററായി ഷാജി ജോൺ തെള്ളിയാങ്കലും ചുമതലയേറ്റു. പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ രാജൻ N. നമ്പൂതിരി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ ക്ലബിന്റെ അടുത്തൊരു വർഷത്തെ പ്രധാനി എന്നുള്ള ഒരു ഉത്തരവാദിത്തം അംഗീകാരം ഏൽപ്പിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് സാധിക്കട്ടെ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജുഡീഷ്യസിലി എല്ലാ വിധത്തിലുള്ള ഹാൻഡ് ഓവർ ദ കോളർ അറൗണ്ട് ദ കോളർ. ആയിരം BLDC ലൂക്കർ ഫാനുകളുടെ വിതരണ ഉദ്ഘാടനവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് നിർവഹിച്ചു. 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. ഈ നമ്മുടെ കൂട്ടായ്മകൾ വലിയ വലിയ രക്ഷാപ്രവർത്തനങ്ങളും ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രദേശങ്ങളിൽ കുറച്ച് പുതിയ ക്യാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ഒരു നല്ല രീതിയിൽ ഒരു സമൂഹ സേവനമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വരുന്ന ഒരു 9 ഇയർ ഒരു ബ്രില്യൻസ് PST ഒരു സപ്പോർട്ട് ടീമുമായിട്ട് വണ്ണപ്പുറത്തും ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ നിരവധി മനുഷ്യരുടെ ജീവിതങ്ങൾ സ്പർശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ സർവീസ് പ്രോജക്ട്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹങ്കർ പ്രോജക്ടിന്റെ ഉദ്ഘാടനം ലയൺസ് സെക്കൻഡ് വൈസ് ഗവർണർ ജോസ് മംഗലി നിർവഹിച്ചു. യോഗത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സിബി ഫ്രാൻസിസ്, ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ തിയോ ജോൺസൺ, ഡിസ്ട്രിക്ട് CSR ഹെഡ് CJ ജെയിംസ്, ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർമാരായ വേണുഗോപാൽ, പ്രദീപ് മേനോൻ, TK അരുൺകുമാർ, ഷിൻ സെബാസ്റ്റ്യൻ, സോണൽ ചെയർമാൻ എൽദോസ് C. ഐപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ എന്നിവർ ആശംസകൾ നേർന്നു. റീജിയണൽ ചെയർമാൻ അബു എബ്രഹാം സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി റാണ നമ്പ്യാപറമ്പിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ക്ലബ്ബ് മെമ്പറായ സാബു ജിഷ ദമ്പതികളുടെ 25ാമത് വെഡ്ഡിംഗ് ആനിവേഴ്സറി പ്രമാണിച്ച് ഇരുവരെയും ചടങ്ങിൽ ആദരിച്ചു. നാഷണൽ സബ് ജൂനിയർ കരാട്ടെ 2026 ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയ ക്ലബ്ബ് മെമ്പർ ബിനുവിന്റെ മകൾ ഐറിന ബിനുവിനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ടോജോ ജോൺ തോപ്പിലിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് സെക്രട്ടറിയായി റാണ ജിമ്മി നമ്പ്യാപറമ്പിലും ട്രഷററായി ഷാജി ജോൺ തെള്ളിയാങ്കലും 11 അംഗ കമ്മിറ്റിയിൽ ജെയ്സൺ കുര്യൻ MCC ആയും ക്ലബ്ബ് മെന്ററായി സണ്ണിച്ചൻ M. സെബാസ്റ്റ്യനും തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബ്ബ് ടൈമറായി ഇമാനുവൽ അഗസ്റ്റിനും, ടെയിൽ ട്വിസ്റ്ററായി TT മാത്യുവും, LCIF കോർഡിനേറ്ററായി അരുൺ K. ബിജുവും തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബ്ബ് മാർക്കറ്റിംഗ് ചെയർപേഴ്സണായി അജിത് റോയ് തോപ്പിലും, ബോർഡ് മെമ്പറായി മുന്നി കൈത്തിയാനിയും, ബാബു മാത്യുവും, ബെന്നി അഗസ്റ്റിനും, റോയ് T. ജോസും, ആന്റണിയും, മാത്യു K. തോമസും ചുമതലയേറ്റു. ലേഡീസ് ഫോറം പ്രസിഡന്റായി രാജി സിജു, സെക്രട്ടറിയായി ദീപ V. ദാമോദരൻ, ട്രഷററായി സോന അജിത് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു.
ലിയോ ക്ലബ്ബ് പ്രസിഡന്റായി റിയാൻ ടോജോ തോപ്പിലും സെക്രട്ടറിയായി മരിയ ജെയ്സണും ട്രഷററായി ജോസുകുട്ടിയും ചുമതല ഏറ്റെടുത്തു. പുതിയ മെമ്പർമാരായി ഡോക്ടർ പ്രൊഫസർ സന്തോഷ്, ആൽബിൻ ബേബി, ആനന്ദ് ബാബു, അക്ഷയ് ദിനേശ്, ആൻസി ജോസ് എന്നിവരും ലയൺസ് ക്ലബ്ബ് കൂട്ടായ്മയിൽ ചേർന്നു. എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ്. ഇതിലുപരി 2026-27 വർഷത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ PS ജയകുമാർ വിഭാവനം ചെയ്യുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ടർഫുൾ ടൗൺ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകുന്നു. മറ്റൊരു പ്രധാന കാര്യം, എല്ലാ ലയൺസ് കുടുംബാംഗങ്ങളോടൊപ്പം ലിയോ ക്ലബിന്റെയും വനിതാ ഫോറം അംഗങ്ങളുടെയും സഹകരണവും പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നിവിടെ ഡിസ്ട്രിക്ട് തല വിതരണോദ്ഘാടനം നിർവഹിക്കുന്ന BLDC ഫാനുകൾ ഒട്ടേറെ നിർദ്ധരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സേവന പ്രവർത്തനമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PNI കരീം മെമ്മോറിയൽ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് P അജീവ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PNI കരീം മെമ്മോറിയൽ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ അറിയിച്ചു. 2025-26 വർഷത്തിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കുള്ള പുരസ്കാരവും അദ്ദേഹം വിതരണം ചെയ്തു. ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് P അജീവ് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം K ശശിധരൻ, ഹാൻഡ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് പരീദ്, മുൻ ദേശീയ താരങ്ങളായ ബോബൻ ബാലകൃഷ്ണൻ, ഷൈൻ PR, അജിത് കൃഷ്ണൻ, മുഹമ്മദ് സുഹൈൽ, ആനന്ദ് TO എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും സെക്രട്ടറി അൻവർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ 10ഓളം ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞത്. കാൽവരി മൗണ്ട് 9ാം മൈൽ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതുകൂടാതെ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ 10ലധികം ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. ഇതിൽ കാൽവരി മൗണ്ട് 9ാം മൈലിൽ റോഡിലേക്ക് രാത്രി 10 മണിയോടെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. തുടർന്ന് രാവിലെ റോഡിലേക്ക് വീണ മണ്ണെടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തി. ഇതുകൂടാതെ വാഴവരയ്ക്ക് സമീപം സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഈ ഭാഗത്ത് വൺ വേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. റോഡ് അപകട ഭീഷണിയിലുമാണ്. വെള്ളയാംകുടിക്ക് സമീപം മൺതിട്ടി ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. നാർഗക്കാനത്തിന് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയി. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ശക്തമായി മഴ പെയ്യുന്ന സമയത്ത് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. ഇതാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വൈകുന്നേരം രാത്രിയിൽ ഏകദേശം 9 മണിയോടുകൂടി മഴ ആരംഭിച്ചതാണ്. 11 മണി വരെ നല്ല മഴയായിരുന്നു. ആ മഴയത്താണ് ഇതെല്ലാം കൂടെ ഒരു അന്യവ്യക്തിയുടെ ഒരു സ്ഥലമാണ് മുകളിലത്തെ മരങ്ങളും ഇതെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞ് രാത്രി മുകളിൽ നിന്ന് നല്ല വെള്ളമൊഴുക്കായിരുന്നു. അതെല്ലാം കൂടെ ഇടിഞ്ഞ് വീണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ടാണ് വെള്ളക്കെട്ടായിരുന്നു ഭയങ്കര. അത് ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ അയൽവക്കക്കാരത്തെ എല്ലാവരും കൂടെ ആളുകൾ എല്ലാം കൂടി വന്ന് എല്ലാവരും കൂടെ സഹായിച്ച് ഞങ്ങൾ അന്നേരത്തിനും ഇവർ ഫയർഫോഴ്സുകാർ വന്നായിരുന്നു. അവരെല്ലാം കൂടി വെട്ടി മാറ്റി അത്യാവശ്യം വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നവർ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടയില്ല, അതാണ് ഏറ്റവും പ്രശ്നം. ഈ ഓട തെളിച്ചു വിട്ടില്ലെങ്കിൽ ഇത് വെള്ളം പിന്നെയും ഇത് ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തോട്ടാണ് ഒഴുകുന്നത്. ഞങ്ങളൊന്നും ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ട് പോലുമില്ല. അതുപോലത്തെ ഒരു ഭീകരാന്തരീക്ഷ സാഹചര്യം ഇന്നലെ. ഓടയില്ലാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ തന്നെ ഈ മരങ്ങൾ മൊത്തം ഇവിടെ നിൽക്കും. അത് അധികൃതരോട് പറഞ്ഞിട്ട് അവരാരും വെട്ടിമാറ്റുന്നുമില്ല. മാറ്റാതെ പറയുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഓട ഇപ്പം മെയിനായിട്ട് ഓട വേണം. ഈ തോട്ടിലെ വെള്ളം ഇത് ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നത്. ആ ഓടയും തുറന്നു കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഇതിലെ ഒഴുകി പൊക്കോളും. റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് കാരണമെന്നും പറയുന്നു. ഈ പാതയിൽ ഓടകളുടെ അഭാവമുണ്ട്. ഓടയില്ലാത്തതുകൊണ്ട് റോഡിൽ മഴ മൂലമുണ്ടാകുന്ന വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഓടകൾ നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
പട്ടയംകവലയിൽ റോഡിന് നടുവിൽ ബസ് നിർത്തിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ഡ്രൈവർ മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലോടുന്ന എയിൻസ ബസ്സാണ് പട്ടയംകവലയിൽ അരമണിക്കൂറോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ബസ് തടഞ്ഞു നിർത്തിയ കാറിലെത്തിയവർക്കെതിരെയും അന്വേഷണം ആരംഭിച്ചു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടുറോട്ടിൽ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കം. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തിയാണ് ബസ് റോഡിൽ നിന്ന് മാറ്റിയത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ തൊടുപുഴ പട്ടയംകവലയിലാണ് സിനിമാ മോഡൽ രംഗങ്ങൾ അരങ്ങേറിയത്. ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന എയിൻസ ബസിനു മുന്നിൽ നിംബസ് ബസ്സിലെ ജീവനക്കാർ കാറിൽ പിന്തുടർന്ന് ബസ് തടയുകയും ഡ്രൈവറുമായി സമയക്രമത്തെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് ബസ് ഡ്രൈവർ ഉടമകളെ ഫോണിൽ ബന്ധപ്പെടുകയും ബസിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ഈ റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിനിടെ നാട്ടുകാർ ബസ് ഡ്രൈവറോട് ബസ് മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടത് ഇവർ തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് ബസ് മാറ്റിയത്. പോലീസ് നടത്തിയ ബ്രീത്ത് അനലൈസർ ടെസ്റ്റിൽ ബസ് ഡ്രൈവർ മദ്യപിച്ചതായി കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തൊടുപുഴ മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പ് നിർജീവമെന്ന് നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. വണ്ടി ഒതുക്കിയിട്ട് കൊടുത്താൽ ഈ മറ്റുള്ള വണ്ടിക്കാർ പോകും. ഈ നാട്ടുകാർ ബുദ്ധിമുട്ടില്ല. സൈഡിലാണ് നാട്ടുകാർക്ക് പോകണ്ടേ? കണ്ടക്ടറാണോ? വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കും. നിങ്ങൾ ബാക്കി കാര്യം നിങ്ങൾ പറഞ്ഞു. വണ്ടി നാട്ടുകാരുടെ നമുക്ക് വണ്ടി ഓടിക്കില്ലേ? വണ്ടി ഒതുക്കിയിട്ടുണ്ടോ? വണ്ടി ഒതുക്കിയിട്ടുണ്ടോ? വണ്ടി ഒതുക്കിയിട്ടുണ്ടോ? നെല്ലിയാമ്പതിയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് തകരാർ മൂലമാണോ അതോ ഡ്രൈവറുടെ പിഴവ് മൂലമാണോ എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യാത്രക്കാരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എതിർദിശയിൽ വന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ഡ്രൈവർ വാഹനം വെട്ടിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് മന്ത്രി ആദ്യം വ്യക്തമാക്കി. എന്നാൽ ബ്രേക്ക് തകരാറാണോ അപകട കാരണം എന്ന റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി 5 ദിവസത്തിനുള്ളിൽ നടത്തുന്ന വിശദമായ പരിശോധനയിലൂടെ കൃത്യമായ കാരണം കണ്ടെത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10ഓളം പേർ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ തുടരുന്നു. അപകടത്തിൽ പരിക്കേറ്റ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 10 തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് പ്രത്യേക പരിചരണവും സഹായവും നൽകുവാനും മന്ത്രി നിർദ്ദേശം നൽകി. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ, ഡ്രൈവറുടെ മനസാന്നിധ്യം ഇല്ലാതെ പോയതാണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിശദമായിട്ട് പരിശോധിക്കും. ആശുപത്രിക്ക് മുന്നിൽ അപകടത്തിൽ മകന് ഗുരുതര പരിക്ക്. മകനെ പരിചരിക്കാൻ നിന്ന അമ്മയെയും ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തി. നിർധന കുടുംബം ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ദുരിതത്തിൽ. തെക്കുംഭാഗം സ്വദേശി പാലക്കുന്നേൽ ജോമിൻ ജോണിയാണ് ദീർഘനാളത്തെ ചികിത്സാ ചെലവിനായി സഹായം അഭ്യർത്ഥിക്കുന്നത്. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ജോമിന് ചിന്താശേഷി വീണ്ടെടുക്കുവാനും വാരിയലിനും ശ്വാസകോശത്തിനുമേറ്റ പരിക്കുകൾക്കും തുടർ ചികിത്സ അത്യാവശ്യമാണ്. ആശുപത്രിക്ക് മുൻപിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റ 22കാരൻ ചികിത്സാ സഹായം തേടുന്നു. തെക്കുംഭാഗം സ്വദേശി പാലക്കുന്നേൽ ജോമിൻ ജോണിയാണ് ദീർഘനാളത്തെ ചികിത്സാ ചെലവിനായി സഹായം അഭ്യർത്ഥിക്കുന്നത്. 22-ാം തീയതി വെങ്ങല്ലൂർ സ്മിത ആശുപത്രിക്കും SBI ATMനും സമീപം വെച്ച് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജോമിൻ ജോണിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായ ക്ഷതം കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിലാണ്. ന്യൂറോ ഇമേജിംഗ് പരിശോധനയിൽ തലച്ചോറിനുള്ളിൽ ഇരുവശങ്ങളിലുമായി രക്തസ്രാവം, തലച്ചോറിൽ നീർക്കെട്ട്, തലയോട്ടിൽ പൊട്ടൽ ഉൾപ്പെടെ ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തി. ഇതിനു പുറമെ വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ട്. കൂടാതെ ശ്വാസകോശത്തിനും ക്ഷതം സംഭവിച്ചു. ന്യൂറോ സർജിക്കൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ച് വിദഗ്ധ ചികിത്സ നൽകി. ശ്വാസകോശത്തിന് ക്ഷതം, പേശികൾക്ക് തകർച്ച, താൽക്കാലിക വൃക്ക തകരാറ്, കരൾ എൻസൈമുകളുടെ അളവിൽ വലിയ വർധനവ്, ശരീരത്തിലെ ലവണങ്ങളുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക് എൻസെഫലോപ്പതി തുടങ്ങിയ ഗുരുതരമായ സങ്കീർണതകൾ ജോമിനുണ്ടായി. ഇവയ്ക്ക് ദീർഘകാല ചികിത്സയും നിരീക്ഷണവും ആവശ്യമായി വന്നു. രോഗിയിൽ ക്രമേണയുള്ള ആരോഗ്യ പുരോഗതി കാണുന്നുണ്ടെങ്കിലും തലക്കേറ്റ ഗുരുതരമായ ക്ഷതം കാരണം ന്യൂറോളജിക്കൽ വൈകല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദീർഘകാല ന്യൂറോ പുനരധിവാസം, ഫിസിയോതെറാപ്പി, ചിന്താശേഷി വീണ്ടെടുക്കാനുള്ള ചികിത്സ, നഴ്സിംഗ് പരിചരണം, മരുന്നുകൾ, കൃത്യമായി ന്യൂറോളജിക്കൽ പരിശോധനകൾ, വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയുള്ള തുടർ ചികിത്സ എന്നിവ ആവശ്യമാണ്. രോഗമുക്തിക്ക് ദീർഘകാലം വേണ്ടിവരുമെന്നും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയും പുനരധിവാസവും ആവശ്യമായി വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇതിനായി വലിയ തോതിലുള്ള തുക ആവശ്യമാണ്.
ഞങ്ങളുടെ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ താമസക്കാരനായിരുന്ന ജോമിൻ ജോണി പാലംകുന്നേൽ എന്ന വ്യക്തി കഴിഞ്ഞ 22-ാം തീയതി സ്മിത ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് ഒരു കാറുമായി അദ്ദേഹം ഓടിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിക്കുകയും മാരകമായി പരിക്കേറ്റ് സ്മിത ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് അവിടെ വെച്ച് തന്നെ മറ്റൊരു വാഹനമായി വന്നിടിച്ച് അവരും ഇപ്പം നിലവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. നാളിതുവരെ ഇവരുടെ രണ്ടുപേരുടെയും ചികിത്സാർത്ഥമായിട്ട് 2.5 ലക്ഷത്തോളം രൂപ നിലവിൽ ആശുപത്രി ചിലവായിട്ടുണ്ട്. എങ്കിൽ പോലും കൂടെ ഈ അഗസ്റ്റിനുണ്ടായ മോൻ്റെ ചികിത്സ ഒന്നുമായിട്ടില്ല. തുടർ ചികിത്സ, കാര്യമായ ചികിത്സ ആവശ്യമുള്ളതാണ്. ആളിപ്പോഴും ഒരു അബോധാവസ്ഥയിലാണ് ഇപ്പോഴും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ഇനിയും ലക്ഷങ്ങളുടെ ചിലവ് വരും. ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. അതിനവർക്ക് അഭ്യുതകാംക്ഷികളായ ആളുകളുടെ കയ്യിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ കഴിയുന്ന മാക്സിമം സഹായം അദ്ദേഹത്തിന് ചെയ്ത് ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിനും ആ കുടുംബത്തെ രക്ഷിക്കുന്നതിനുള്ള സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊടുപുഴ സ്മിത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജോമിനൊപ്പം ബൈസ്റ്റാൻഡറായി നിന്നിരുന്ന അമ്മ സിജിയും ഇതേ ഹോസ്പിറ്റലിന് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിൽ നിന്നും സമീപത്തെ കടയിലേക്ക് ഇറങ്ങിയ സിജി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. ഇവരുടെ മൂത്ത മകന് ഏതാനും മാസം മുൻപ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പരിക്കേറ്റിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടം വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന് ദുരിതം സമ്മാനിക്കുന്നു. സുമനസ്സുകളുടെ സഹായം ഈ കുടുംബം പ്രതീക്ഷിക്കുന്നു. സിജി ജോണി, പാലക്കുന്നേൽ, അക്കൗണ്ട് നമ്പർ 6051564381 SBI തെക്കുംഭാഗം ശാഖ, IFSC കോഡ് SBIN 0070408, മൊബൈൽ നമ്പർ 9645599769. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാജാക്കാട് SSM കോളേജിന്റെ മണ്ണിൽ വീണ്ടും നീലപ്പതാക വാനോളം ഉയരുന്നു. വിദ്യാർത്ഥിത്വത്തിന്റെ അവകാശ പോരാട്ടങ്ങളുടെ പ്രസ്ഥാനമായ KSU വീണ്ടും ക്യാമ്പസിന്റെ അമരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. SSM കോളേജിൽ നടന്ന യോഗം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റും രാജാക്കാട് ടൗൺ വാർഡ് മെമ്പറുമായ ജോഷി കന്യാക്കുഴിയിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാജാക്കാട് SSM കോളേജിന്റെ മണ്ണിൽ വീണ്ടും നീലപതാക വാനോളമുയരുന്നു. വിദ്യാർത്ഥിത്വത്തിന്റെ അവകാശ പോരാട്ടങ്ങളുടെ പ്രസ്ഥാനമായ KSU വീണ്ടും ക്യാമ്പസിന്റെ അമരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. SSM കോളേജ് KSU യൂണിറ്റിന്റെ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് SSM കോളേജിൽ നടന്ന യോഗം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റും രാജാക്കാട് ടൗൺ വാർഡ് മെമ്പറുമായ ജോഷി കന്യാക്കുഴിയിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി കലാലയം മൊത്തം SFI അക്രമവും അനീതിയും അഴിച്ചു വിട്ടുകൊണ്ട് അവർ കലാലയത്തിലെ KSUക്കാരെ ഒതുക്കിക്കൊണ്ട് അവർ പറയുന്ന അധ്യാപകരെ പോലും വകവയ്ക്കാതെ കലാലയത്തെ കോലാഹലപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ടീച്ചേഴ്സ് ലഹരികൾ കൊടുക്കുന്നു. ടീച്ചേഴ്സ് അവരുടെ അത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലുണ്ട്. അവരുടെ ഈ യൂണിയൻ നിൽക്കുന്ന, അതായത് CPMൻ്റെ യൂണിയൻ നിൽക്കുന്ന ടീച്ചർമാരൊക്കെയാണ് ഇപ്പോൾ ഈ ലഹരിത്തെ പരിപാടിയായിട്ട് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലും നാട്ടിലെല്ലാം തുഫാൻ എന്നൊരു സംവിധാനത്തിലൂടെ ഈ മയക്കുമരുന്നുകൾ ഇല്ലാതാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ CPMഉം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ LDF ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ കലാലയങ്ങളിൽ SFIയും ഒക്കെ ഈ മയക്കുമരുന്നും മറ്റ് കഞ്ചാവും എല്ലാം കൊടുത്തുകൊണ്ട് കുട്ടികളെ ഇതിലോട്ട് ആകർഷിച്ചുകൊണ്ട് ഇവിടെ SFI നിലനിർത്തിക്കൊണ്ടിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, ആ വെല്ലുവിളിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് KSU ശക്തമായ രീതിയിൽ തന്നെ ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുകയും നല്ല നല്ല കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ നല്ല യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ കോളേജിൻ്റെ പ്രവർത്തനത്തിനും കോളേജിൻ്റെ അഭിവൃദ്ധിക്കും ഒപ്പം നമ്മുടെ പാർട്ടിക്കും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ കോളേജിലെ കുട്ടികൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇതിന് മുൻകൈ എടുത്തതിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒറ്റവാൾക്ക് കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കോളേജിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ നല്ല കുട്ടികളായി നാടിനും വീടിനും മാറട്ടെ എന്നും ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയിൽ പറഞ്ഞു. യൂണിറ്റ് കമ്മിറ്റി പ്രഖ്യാപനം ബെന്നി കൊച്ചുവീട്ടിൽ നിർവഹിച്ചു. കോളേജിന്റെ പുതിയ KSU യൂണിറ്റിന്റെ പ്രസിഡന്റായി ഷോബിൻ ബൈജു, ജനറൽ സെക്രട്ടറിയായി ആദിത്യ MM, ട്രഷററായി അക്ഷയ് കണ്ണൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറം ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ.
ശനിയാഴ്ച രാത്രി 11 ടൗണിൽ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവരാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. സംഘട്ടനത്തിനിടെ ഇവർ കെട്ടിടത്തിന്റെ ഗ്ലാസുകൾ പൊട്ടിച്ച് റോഡിലെറിഞ്ഞതോടെ നാട്ടുകാർ ഭയന്ന് പോലീസിനെ അറിയിച്ചു. ഇവരുടെ ഇടയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ണപ്പുറം ടൗണിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾ തമ്മിലടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ശനിയാഴ്ച രാത്രി 11 സംഭവം. ടൗണിൽ ഇവർ താമസിച്ചിരുന്ന മുറിയുടെ ചില്ല് പൊട്ടിച്ച് റോഡിലേക്ക് എറിഞ്ഞതോടെ നാട്ടുകാർ പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത്. സംഭവത്തിൽ ഒരാൾക്ക് കൈക്ക് പരിക്കേറ്റു. മറ്റേയാൾ നാടുവിട്ടു. മാനിക്, മിലൻ എന്നിവർ തമ്മിലാണ് വഴക്കുണ്ടായത്. ഇരുവരും മദ്യപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. പരിക്കേറ്റയാൾ പരാതിയില്ല എന്നറിയിച്ചതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീമിനെ തൊടുപുഴ പടിഞ്ഞാറെ കൊടുക്കുളത്ത് വെച്ച് വഴിയിൽ തടഞ്ഞ യൂത്ത് ലീഗ് പ്രവർത്തകർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളെ പുറത്താക്കിയില്ല എന്നാരോപിച്ചാണ് വഴിയിൽ തടഞ്ഞത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീമിനെയാണ് തൊടുപുഴ പടിഞ്ഞാറെ കോടിക്കുളത്ത് വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞത്. ഫൈസൽ കുറ്റിയാനിക്കും ഈ ബാവാക്കും ഒക്കെ ഏത് അർദ്ധരാത്രിയിലും നിങ്ങളുടെ എന്ത് പരാതിയും പ്രശ്നങ്ങളും എന്റെ അടുത്ത്, നിങ്ങൾക്ക് ലീഗിന്റെ എല്ലാവരോടും പറയാം, പ്രത്യേകിച്ച് എന്റെ അടുത്ത് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. നിങ്ങളെ അങ്ങനെ എന്റെ അനിയന്മാരായിട്ടാണ് ഞാൻ കൊണ്ടുനടക്കുന്നത്, അല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളെ പുറത്താക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന നേതാവിനെ വഴിയിൽ തടഞ്ഞത്. കോടിക്കുളത്ത് ലീഗ് കുടുംബസംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു നേതാക്കൾ. ലീഗ്, യൂത്ത് ലീഗ്, MSF, മറ്റ് പോഷക സംഘടനാ പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ജില്ലാ കമ്മിറ്റിയുടെ ആണെങ്കിലും മണ്ഡലം കമ്മിറ്റിയുടെ ആണെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പ്രസ്ഥാനത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തെ തന്നെ പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും നമ്മുടെ ജീവിത ചുറ്റുപാടത്തിന്റെയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന പാടുപെടാനുള്ള ഇടയിലും നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ മാറ്റമില്ലാതെ ഈ കോടിക്കുളത്തിന്റെ മണ്ണിൽ നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആശയാദർശങ്ങളെ നമ്മൾ നടത്തിയവരാ. പക്ഷേ കുറച്ചു കാലങ്ങളായിട്ട് ഇത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ഭാരവാഹികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ മുസ്ലിം ലീഗിന്റെ കൊടിയെ ഇരുട്ടിന്റെ മറവിൽ കൊണ്ട് ഈ പല ഏകാധിപതി ഗുണങ്ങളും കൂടി വിറ്റു തുലയ്ക്കുന്ന വിഷമകരമായ ഒരു അവസ്ഥയിലാണ് ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ഈ പരിപാടി ഇങ്ങനെ നടത്തുമ്പോൾ ഞങ്ങളും അതിൻ്റെ അത് പങ്കെടുക്കേണ്ട ആളുകളാണ്. ഞങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പുറകെ ജീവനും ജീവിതവും കൊടുത്ത് ഓരോ കേസും കൂട്ടവും ഉണ്ടാക്കി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഈ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി ജോയിന്റ് കൗൺസിൽ പ്രവർത്തകർ. ദുരന്ത മേഖലകളിൽ സന്നദ്ധ സേവനം നടത്തുന്നതിനായി ജോയിന്റ് കൗൺസിൽ രൂപീകരിച്ച റെഡ് വോളണ്ടിയർ സേനയുടെ ആഭിമുഖ്യത്തിലാണ് സഹായങ്ങൾ എത്തിച്ചത്. ജില്ലയിലെ അടിയന്തര സാഹചര്യം നേരിടുന്ന മുഴുവൻ മേഖലകളിലും ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് ജോയിന്റ് കൗൺസിൽ സന്നദ്ധ സേനകൾ സജ്ജമാണെന്ന് ജില്ലാ സെക്രട്ടറി R ബിജുമോൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതർക്ക് ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്ത്. ദുരന്ത മേഖലകളിൽ സന്നദ്ധ സേവനം നടത്തുന്നതിനായി ജോയിന്റ് കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ള റെഡ് വോളണ്ടിയറിന്റെ നേതൃത്വത്തിലാണ് സഹായങ്ങൾ വിതരണം ചെയ്തത്. ജില്ലയിലെ അടിയന്തര സാഹചര്യം നേരിടുന്ന മുഴുവൻ മേഖലകളിലും ദുരിതബാധിതരെ സഹായിക്കുന്നതിന് ജോയിന്റ് കൗൺസിൽ സന്നദ്ധ സേനകൾ സജ്ജമാണെന്ന് ജില്ലാ സെക്രട്ടറി R ബിജുമോൻ പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗവും തൊടുപുഴ മേഖലയിൽ റെസ്ക്യൂ ആൻഡ് എമർജൻസി ഡിവിഷൻ ചുമതല വഹിക്കുന്ന VM ഷൗക്കത്ത് അലി, ജോയിന്റ് കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം NS ഇബ്രാഹിം, താലൂക്ക് കമ്മിറ്റി അംഗം KP ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 2 ജോയിന്റ് കൗൺസിൽ റെഡ് എന്ന പേരിൽ റെസ്ക്യൂ എമർജൻസി ഡിവിഷൻ എന്ന പേരിലൊരു സംരംഭം ആരംഭിച്ചിരുന്നു.
അതായത് ദുരന്തമുഖങ്ങളിൽ പെടുന്നവരെ സഹായിക്കുകയും ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ജോയിന്റ് കൗൺസിൽ ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്തുടനീളം നടന്നു വരികയാണ്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം നിരവധിയായ ആളുകളാണ് ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവരെ സമാശ്വസിപ്പിക്കുക എന്ന ചെറിയൊരു കൈത്താങ്ങുമായിട്ടാണ് നമ്മളിന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. അതായത് ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം വില്ലേജിലെ മുടിയാൻ മലയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി നിരവധി കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വന്നു. അവർ ക്യാമ്പിലാണ് കഴിയുന്നത്. നമ്മൾ ആ ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷം ഉരുൾപൊട്ടൽ നടന്ന സ്ഥലവും അതിൽ അഫക്റ്റഡായ വീടുകളും ഒന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിന്റെ ഗുണഭോക്തൃ ഗ്രാമസഭ മീൻമുട്ടി MMUP സ്കൂളിൽ വെച്ച് നടന്നു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മേരി ജോൺ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവുമായ ബിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിന്റെ ഗുണഭോക്തൃ ഗ്രാമസഭ മീൻമുട്ടി MMUP സ്കൂളിൽ വെച്ച് നടന്നു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മേരി ജോൺ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവുമായ ബിൻസി മാർട്ടിൻ അധ്യക്ഷയായി. 2026-27 സാമ്പത്തിക വർഷത്തെ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മീൻമുട്ടിയിലെ ഗ്രാമസഭയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗുണഭോക്തൃ ഗ്രാമസഭയാണ്. കാരണം ഈ 26-27 വർഷത്തേക്ക് നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ അപേക്ഷാ ഫോമുകൾ ഇന്ന് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഈ ഗ്രാമസഭയിൽ പങ്കാളികളായ 6ാം വാർഡിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പർമാർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് എന്നും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6ാം വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമസഭാ യോഗത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ വാർഡ് മെമ്പർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ TM മുജീബ്, ഷീജ നൌഷാദ്, BB സലീം, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിൻഡോ തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരായ സെബാസ്റ്റ്യൻ, സതീഷ്, അബിൻ ഷാജി എന്നിവർ ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുത്ത് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡോക്ടർ സുനിലിന്റെ നേതൃത്വത്തിൽ ഗ്രാമസഭയിൽ പങ്കെടുത്തവർക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പും നടത്തി. യോഗത്തിന് വാർഡ് വികസന സമിതി അംഗം സണ്ണി കടുത്തൽ കുന്നേൽ സ്വാഗതവും ആശാപ്രവർത്തക ലീല ശിവദാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലയൺസ് ക്ലബ്ബ് വണ്ണപ്പുറം ടൗൺ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും നടന്നു. ചടങ്ങിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PNI കരീം മെമ്മോറിയൽ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ 10ഓളം ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞത്. കാൽവരിമോണ്ട് 9ാം മൈൽ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. പട്ടയംകവലയിൽ റോഡിന് നടുവിൽ ബസ് നിർത്തിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ഡ്രൈവർ മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.